എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നടി ഗൗരി കൃഷ്ണന്റെ വിവാഹമോചനവും അതിനുശേഷം വന്ന ഈ കോൺട്രവേഴ്സിയും സംഭവങ്ങളൊക്കെ പറ്റിയാണ്. കുറച്ചു നാൾ മുന്നേ വരെ ഗൗരി കൃഷ്ണൻ ഇത് നിഷേധിക്കുന്നുണ്ടെങ്കിലും താൻ വിവാഹമോചിതയായി എന്നൊരു വസ്തുത ഇപ്പോൾ ഗൗരി കൃഷ്ണൻ ഒഫീഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. മീഡിയയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അപ്പോഴേ ആൾക്കാർക്ക് ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ചെറിയൊരു തീപ്പൊരി വലിയൊരു തീപ്പന്തമായിട്ട് കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഗൗരി കൃഷ്ണൻ ഇത്രയധികം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നതെന്നും എന്തുകൊണ്ടാണ് ആരാധകർ ഇത്രയും നിരാശയെന്നും അവരുടെ ഡിവോഴ്സിന്റെ കാരണം എന്താണ്, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. ശരി, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഗൗരി ശ്രദ്ധിച്ചു തുടങ്ങുന്നത് പൗർണമി തിങ്കൾ എന്ന് പറയുന്ന സീരിയലിലൂടെയാണ്. സാധാരണ ഒരു സീരിയൽ നടിക്ക് കിട്ടുന്നതിനെക്കാട്ടിലും ഫാൻ ബേസ് ഗൗരിക്കുണ്ട്. അതിന്റെ ഒരു കാരണം ഈ പൗർണമി തിങ്കൾ എന്ന് പറയുന്ന സീരിയൽ തന്നെയാണ്. പ്രത്യേകിച്ച് വീട്ടിലെ അമ്മമാർക്കും കുട്ടികൾക്കൊക്കെ ഗൗരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മോളെ പോലെയോ നമ്മുടെ ഒരു അനിയത്തിയെ പോലെയോ നമ്മുടെ ഒരു ചേച്ചിയെ പോലെയൊക്കെയാണ് അവർ കാണുന്നത്. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഗൗരിയുടെ കല്യാണം ഓർമ്മയുണ്ടാവുമല്ലോ. നിങ്ങൾക്കത് ഓർമ്മയില്ലെങ്കിൽ ഞാനിവിടെ അതൊന്ന് പ്ലേ ചെയ്യാം. സോഷ്യൽ മീഡിയയിൽ അത് വലിയൊരു ചർച്ചയായിരുന്നു ആ സമയത്തൊക്കെ. കല്യാണത്തിന് ക്യാമറ എവിടെ വെക്കണം, ആരെന്ത് ചെയ്യണം എന്നൊക്കെ മൈക്കിലൂടെയൊക്കെ അനൗൺസ് ചെയ്ത ഒരു ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയെ ആ സമയത്ത് ആ കല്യാണ വീഡിയോ ഒക്കെ കുറച്ച് ട്രെൻഡിങ് ആയിട്ടൊക്കെ പോയിട്ടുള്ളത് നമുക്ക് അറിയാവുന്നതാണ്. ആ ഒരു ഗൗരിയുടെ ആ ഒരു ബോൾഡ്നെസ് ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ട് ഒരു ഫാൻ ബേസ് ഉണ്ടാകാനൊക്കെ കാരണമുണ്ടായ ഒരു വീഡിയോ ആയിരുന്നു അത്. ഗൗരിയുടെ കല്യാണം എന്ന് പറയുന്നത് ഒരു ലവ് മാരേജ് ആയിരുന്നു. നമ്മുടെ പൗർണമി തിങ്കൾ എന്ന് പറയുന്ന സീരിയലിന്റെ സംവിധായകനെയാണ് ഗൗരി കല്യാണം കഴിച്ചത്. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഗൗരി കല്യാണത്തിന് ശേഷം ആക്ടിങ് എല്ലാം നിർത്തിയിട്ട് ഫുൾ ടൈം വ്ളോഗറായിട്ട് മാറി. ആ സമയത്ത് ഏറ്റവും കൂടുതൽ അവർക്ക് കിട്ടുന്ന വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ളത് ഹസ്ബൻഡായ മനോജുമായിട്ട് ചേർന്ന് ചെയ്യുന്ന വീഡിയോയ്ക്ക് ആയിരുന്നു. സോ ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരനെ കാണാതെയായി. വീഡിയോയിൽ പുള്ളിക്കാരയില്ല. ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളതും പുള്ളിക്കാരൻ്റെ കൂടെ ചെയ്യുന്ന വീഡിയോസ് ആയിരുന്നല്ലോ. ആ വീഡിയോസ് കാണാതെയപ്പോൾ ആൾക്കാർ കമൻറ്റ് വഴിയും നേരിട്ട് കാണുമ്പോഴൊക്കെ തിരക്കാൻ തുടങ്ങി. പുള്ളിക്കാരൻ എവിടെയാണ്, എന്തുകൊണ്ടാണ് പുള്ളിയെ കാണാത്തത്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആൾക്കാർ ഒരുപാട് തിരക്കാറുണ്ടായിരുന്നു. വഴിയിൽ വെച്ച് പുള്ളിക്കാരിയെ കണ്ടപ്പോൾ ഒരു യൂട്യൂബർ ഇതേപോലെ ചോദിച്ചു. അതിനുള്ള ആൻസർ ഗൗരി കൊടുക്കുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. പിന്നെ പറയുന്നത് വീഡിയോസിൽ മനോജേട്ടനെ കാണുന്നില്ല. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. രാവിലെ 6:30 പോയാൽ 11:30 വരുന്നത്. ആ സമയത്ത് ചിലപ്പോൾ ഞാൻ ഉറങ്ങിപ്പോവും. പിന്നെ കാണുന്നത് ഒരു 3-4 days ആണ് പുള്ളിയെ നമുക്ക് കിട്ടുന്നത്. ആ 3-4 days എനിക്ക് വ്ലോഗ് എടുത്തോണ്ടിരിക്കുക, ഞങ്ങൾ ലൈഫ് എൻജോയ് ചെയ്യും. ആൾക്കാർക്ക് അറിയേണ്ട ചോദ്യമായിരുന്നു അതൊക്കെ. മനോജ് എവിടെ, നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു, എന്തുകൊണ്ട് മനോജിനെ ഈ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കുന്നില്ല, ഏറ്റവും കൂടുതൽ വ്യൂസും നിങ്ങൾക്ക് കാശ് വന്നുകൊണ്ടിരുന്ന അതിൽ നിന്നല്ലേ, എന്തുകൊണ്ട് മനോജിനെ നിങ്ങൾ അവോയ്ഡ് ചെയ്യുന്നു എന്നുള്ളൊരു ക്വസ്റ്റ്യനൊക്കെ ഉണ്ടായിരുന്നു. അതിനുള്ള ആൻസർ അവർ വളരെ വ്യക്തമായിട്ട് ആ സമയത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവരുടെ ഹസ്ബൻഡിന് ഭയങ്കര ജോലി തിരക്ക് കാരണം വീട്ടിലോട്ടൊക്കെ വരുന്നത് വളരെ താമസിച്ചായിരിക്കും. അതുമാത്രമല്ല, പുള്ളിക്കാരൻ വീട്ടിൽ വരുന്ന സമയത്ത് പുള്ളിക്കാരി ഉറങ്ങിയിട്ടുണ്ടാവും. ജോലി തിരക്ക് ഒഴിഞ്ഞ സമയത്ത് പുള്ളിയെ കിട്ടുന്ന സമയത്ത് ഇതേപോലെ വ്ളോഗും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിനെക്കാട്ടിലും കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ പുള്ളിയെ വീഡിയോയിൽ കാണിക്കാത്തതെന്നാണ്. മനോജേട്ടൻ ഒരു ഡയറക്ടറാണ്. 16 to 17 days ഹീസ് കംപ്ലീറ്റ്ലി ഗോയിങ് ഫോർ ഷൂട്ട്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അത് പോരല്ലോ. അവർ കുറച്ചും കൂടി എരിയും തൊങ്ങലും ഒക്കെ ചേർത്ത് പുതിയ കഥകൾ ഉണ്ടാക്കി. അവർ തമ്മിൽ പിരിഞ്ഞില്ല, ഓരോരുത്തർ ഓരോന്ന് ഊഹിച്ച് കൂട്ടി കമൻറ്റ് വഴിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെ. അവരുടെ ലൈഫിലോട്ട് നമ്മുടെ ആൾക്കാർ കൈ കടത്തുന്ന ഒരു പ്രവണതയിലോട്ട് ആ കമൻറ്റ് ബോക്സൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാം. അതുമാത്രമല്ല, ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കമൻ്റ് എന്ന് വെച്ചാൽ പുള്ളി രാജമൗലിയാണോ, രാജമൗലിക്ക് മാത്രമേ ബിസി ആയിരിക്കാൻ പാടുള്ളൂ എന്നൊക്കെ രീതിയിലുള്ള കമൻറ്റുകളൊക്കെ വളരെയധികം ഉണ്ടായിരുന്നു. ആൾക്കാരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൈ കടത്താനുള്ള ഒരു സ്വാതന്ത്ര്യം അവർക്കുള്ളതുകൊണ്ട് അവരിങ്ങനെയൊക്കെ കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറി കമൻറ്റ് ചെയ്യുമ്പോൾ അതിലൊക്കെ ഒരു ലിമിറ്റേഷൻ നിങ്ങൾ കൊണ്ടുവരണം എന്നത് അതെന്തെങ്കിലും ഒരു നിയമമായിട്ടൊക്കെ ഇവിടെ വരേണ്ട അതിനുള്ള സമയം അതിക്രമിച്ചു എന്നാണ് ഇതേപോലുള്ള സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. ഓരോരുത്തർക്കും ഓരോ ജോലി സാഹചര്യമല്ലേ, അതിപ്പോൾ രാജമൗലിക്ക് മാത്രമേ ബിസി ആകാൻ പാടുള്ളൂ എന്നൊക്കെ ഉണ്ടോ? ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണ്ടേ ഓരോ കമൻറ്റൊക്കെ ചെയ്യാൻ. ഇത് മാത്രമല്ല, ഇതേപോലുള്ള 100 കണക്കിന് കമൻറ്റുകൾ ആ വീഡിയോ സെക്ഷൻ്റെ കീഴെ നമുക്ക് കാണാൻ കഴിയും.
അവസാനം എല്ലാ ഊഹോപോഹങ്ങൾക്കും വിരാമം ഇട്ടുകൊണ്ട് ഗൗരി തന്നെ തുറന്നു പറഞ്ഞു, ജീവിതത്തിൽ പ്രയോറിറ്റികൾ മാറുന്നതുകൊണ്ട് ഞങ്ങൾ പിരിയുന്നുവെന്ന്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന്, അവർ ഇപ്പോഴും നല്ല സുഹൃത്തുക്കളായി തന്നെ ഇരിക്കുന്നു എന്നതാണ്. ഡിവോഴ്സിന് ശേഷം ഇല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം തൻ്റെ പാർട്ട്ണറുമായിട്ട് ഒരു നല്ലൊരു സൗഹൃദം നിലനിർത്തുന്നു എന്ന് പറയുന്നത് അതൊരു മാതൃകാപരമായിട്ടൊരു സംഭവമാണ്. അവരെപ്പറ്റി കുറ്റം പറഞ്ഞും പഴിചാരിയൊക്കെ ഇരിക്കുന്നതിനെക്കാട്ടിലും സ്വന്തം ജീവിതം നോക്കി പോവുക, മറ്റുള്ളവരെ കഷ്ടപ്പെടുത്താതിരിക്കുക, അത് നല്ലൊരു ക്വാളിറ്റി അല്ലേ? ആ ഒരു ക്വാളിറ്റിയാണ് ഇവിടെ ഗൗരി കൃഷ്ണനും കാണിച്ചത്. ഇപ്പോൾ ഗൗരി തൻ്റെ കരിയറിലേക്ക് വീണ്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും സീരിയലിലേക്ക് അഭിനയിക്കാൻ വരുന്നു എന്നൊക്കെ കേൾക്കുന്നു. വളരെ നല്ല കാര്യം. നമുക്ക് അവർക്ക് എല്ലാവിധ ആശംസകളും നേരാം. നിങ്ങൾക്ക് ഗൗരിയുടെ വീഡിയോകൾ കാണുന്നത് ഇഷ്ടമാണെങ്കിൽ അത് കാണാം, അതിനെ സപ്പോർട്ട് ചെയ്യാം. പക്ഷേ അവരുടെ പേഴ്സണൽ ലൈഫിനെ വിധി എഴുതാൻ നിങ്ങൾ ആരാണ്? നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ലൈഫിൽ ഇതേപോലെ ആരെങ്കിലും ഇടപെട്ടാൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഇതേപോലെ ആരെങ്കിലും ഇടപെട്ടാൽ, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഇത് എന്തിനു ചെയ്തു എന്നുള്ള ക്വസ്റ്റ്യൻ വന്നാൽ തന്നെ നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ അവരുടെ ലൈഫിൻ്റെ പ്രധാന ഒരു ഡിസിഷൻ അല്ലായിരുന്നു ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്, അവരുടെ കല്യാണം എന്ന് പറയുന്നത്. അതിലൊക്കെ നിങ്ങൾ ചെന്ന് നിങ്ങളുടെ വായിൽ തോന്നിയതുപോലെ ഓരോ കമൻറ്റുകളൊക്കെ എഴുതിയിടുമ്പോൾ അവർക്ക് എന്തുമാത്രം അത് അവരുടെ ലൈഫിനെ ബാധിച്ചിട്ടുണ്ടാവും. സപ്പോസ് നിങ്ങളുടെ ഒരു കമൻറ്റ് കൊണ്ടായിരിക്കില്ല അവർക്ക് ഡിവോഴ്സ് വന്നത്, എന്നിരുന്നാൽ പോലും അവരുടെ മനസ്സിനെ വിഷമിപ്പിക്കാൻ നിങ്ങളുടെ ഒരു കമൻറ്റിന് സാധിച്ചുവെങ്കിൽ നിങ്ങൾ അവിടെ തെറ്റല്ലേ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ 100% സാക്ഷരതയിൽ നിൽക്കുന്ന നമ്മുടെ നാട്ടുകാരാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നതെന്നാണ്. ഈ ഒരു ബേസിക് മാനേഴ്സ് പോലും നിങ്ങൾ കാണിക്കുന്നില്ലെങ്കിൽ ഈ 100% സാക്ഷരതയിലൊക്കെ എന്താണ് കാര്യമുള്ളത്?